കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നതനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന ഈ നമ്മുടെ മകനെ സന്തോഷത്തോടും പ്രത്യാശയോടും ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ തൃക്കരങ്ങൾ ഭരമേൽപ്പിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും ഇറന്നിടലായി നടക്കുന്നു നിശ്ചയമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജനിക്കുന്ന കാലം മുതൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിരതയെ മനസ്സിലാക്കുന്നതിനാണ്. എന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോൾക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാകുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കയ്യിൽ നാം ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു. എന്നാണ് ജനിക്കുന്നത് മുതൽ ദൈവസന്നിധിയിലേക്ക് ഈ ലോകത്തിൽ നമുക്ക് യാത്രയാകേണ്ടതെന്നുള്ളത് ദൈവം മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ടെന്ന് നമുക്കറിയാം. വലിയ പ്രളയത്തിൻ്റെ ആ ദുരന്തത്തിൽപ്പെട്ട ഈ മകൻ യാത്രയാകുമ്പോൾ നമുക്കെല്ലാവർക്കും അനൽപമായിരിക്കുന്ന പ്രയാസമുണ്ട്. എന്നാൽ അതിലുപരി നാം പ്രത്യാശയോടുകൂടെ ജീവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാവുന്നു മകൻ എടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ദുഃഖിതരായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ആശ്വസിപ്പിക്കുകയും സമാധാനിക്കുകയും ചെയ്യും. മകൻ ജനിച്ചത് മുതലായി 11 വർഷക്കാലത്തോളം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് സ്നേഹവും സന്തോഷവും പകർന്നു തരുവാനും അപ്രകാരം എല്ലാ തരത്തിലും സന്തോഷത്തിൻ്റെ കാരണമായി തീർന്ന് ജീവിച്ച മകൻ കുറേ നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്, അവൻ്റെ ബാല്യത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകാതിരുന്നെങ്കിലെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവഗീതം അതല്ല എന്ന് മാത്രമല്ലാതെ ഇവിടെ കാര്യകാരണങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് ആർക്കും സാധ്യമല്ല. തന്ന കാലത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ 11 വർഷക്കാലത്തോളം നമുക്ക് മാതാപിതാക്കൾ നല്ല മകനായി കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും എല്ലാ സന്തോഷവും സ്നേഹവും പകർന്നു കൊടുക്കുവാൻ ഈ മകനെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. തരാത്ത കാലങ്ങളെക്കുറിച്ച് പരാതിപ്പെടുവാൻ നമ്മളാരും ജീവന്റെ ദാതാവ് ഉടയവരില്ലല്ലോ. കർത്താവ് സന്നിധിയിൽ ആശ്വാസം നിറഞ്ഞ ഒരു ജീവിതം ഈ മകനെ തുടർച്ചയായി നൽകട്ടെ. വിശുദ്ധന്മാരുടെ സംഘത്തിൽ നമുക്ക് മുമ്പേ കടന്നുപോയ പിതാക്കന്മാരുടെയും അതെ മാലാഖമാരുടെയും സംഘത്തിൽ അനവരതമായി ദൈവത്തിന് സ്തുതി പാടുവാനായിട്ട് ദൈവനെ ഒരുക്കിയിരിക്കുന്നു. അതിലാണ് നമുക്ക് സന്തോഷിക്കുവാനും ദൈവസന്നിധിയിൽ ആശ്വസിക്കുവാനുമുള്ളത്. ദൈവം തൻ്റെ മകനെ തൻ്റെ കൈകളിൽ ചേർക്കും. നിശ്ചയമായിട്ടും പ്രയാസപ്പെടുന്ന കുടുംബത്തിന് ദൈവം ആശ്വാസം നൽകട്ടെ. എല്ലാ ആളുകളും സഭയും സമൂഹവും എല്ലാം ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ പ്രയാസത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനപരമായി അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സങ്കട വാർത്ത കേട്ട അന്ന് മുതൽ പ്രയാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ മകൻ്റെ മരണാനന്ത ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്നിവിടെ വരുവാനിടയായത്. ഇവിടുന്ന് ഈ ലോകത്തിൽ നിന്നുള്ള അവൻ്റെ യാത്രയിൽ സംബന്ധിക്കുവാനുള്ള അവസരം ദൈവം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആശ്വാസം നൽകട്ടെ. വിട്ടുപിരിയാത്തതായ ദൈവസമാധാനവും ശാന്തിയും അവരുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഈ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ വേറെ കടമകളൊന്നുമില്ല. ആ കടമ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് സ്വർഗത്തിൽ ആ മകന് ആശ്വാസം ദൈവസന്നിധിയിൽ ലഭിക്കുന്നത്. ദൈവമിടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ശുശ്രൂഷ